ഡിസാസ്റ്റർ എസ്.എം.ബി ലോഞ്ചായിട്ട് ഇപ്പോൾ 4 ദിവസമായി. ഈ സെർവർ ലോഞ്ചായപ്പോൾ തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയ കാര്യമാണ് എല്ലാവരും സമാധാനത്തോടെ എല്ലാവരും ഒത്തൊരുമയോടെ ടീമപ്പായിട്ട് കളിക്കുമെന്ന്. പക്ഷേ ഈ കുറച്ച് നാളായിട്ട് എൻ്റെ ബേസിൽ നിന്ന് കുറച്ച് ഐറ്റംസ് മോഷ്ടിക്കാൻ തുടങ്ങി. അതാരാന്ന് കണ്ടുപിടിക്കലാണ് ഇന്നത്തെ വീഡിയോ. അവസാനം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എടാ നീങ്ങ വന്നേടാ എന്താ നീ ഇത് ഇമ്പോർട്ടന്റ്. കുറച്ച് നാളായിട്ട് എന്റെ ബേസിന് കുറച്ച് ഇഷ്യൂസ് കാണാനില്ല. ഇവിടെ ഒരു ബേസ് ഉണ്ടായിരുന്ന നോക്കിക്കേ. ശരിയല്ല, ഇവിടെ മറ്റേ ലൊക്സിന്റെ ബേസ് ഉണ്ടായിരുന്നു. അതെന്തേലും ആവട്ടെ, ലൊക്സോ എടുത്തായിരിക്കും. നിനക്കറിയായിരിക്കും എന്നെ ഞാൻ ഒരു പുതിയ ബേസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ചെസ്റ്റിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചായിരുന്നേ. ഇപ്പൊ അത് കാണാനില്ല. എന്തൊക്കെയോ കയറി എടുക്കണ പോലത്തെ ഇത്. പിന്നെ ഇടയ്ക്കവിടെ കോബിൾ സ്റ്റോണും ഡേറ്റൊക്കെ മിസ്സാവുന്നുണ്ട്. ഇത് ആരാ ചെയ്യുന്നത് എനിക്ക് കണ്ടുപിടിക്കണം. അതൊക്കെ എനിക്ക് നല്ല സംശയം ലൊക്സിനാണ്. ലൊക്സി എനിക്ക് തോന്നണ ലൊക്സി ഇവിടുന്ന് നല്ല കാര്യമാക്കിന്നാ തോന്നണത്. അതായത് ബേസ് ഒക്കെ എടുത്ത് നാട് വിട്ടുന്ന് എനിക്ക് തോന്നണേ. അതെ എനിക്ക് നല്ല സംശയമുണ്ട് ലൊക്സിനെ. നിനക്കാരും സംശയം ഉണ്ടോ? നിനക്കൊരു ബേസ് ഒന്നും ഇല്ലല്ലോ. ഫുഡ് ഉണ്ടോ? ഫുഡ് ഇതാരാണ് നീ കണ്ടിരുന്നത്? ഇതാണ് എട്ടനെ പണി. ഞാൻ ചേർന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ ബേസിന് വേണ്ടിട്ട് കുറച്ച് സാധനം ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്നു. ആരൊക്കെ വന്നെടുക്കുന്നു. അതിനുശേഷം ഞാൻ ആർജിയുടെ ബേസ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ആർജിനോട് ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. ആർജിക്ക് വേണ്ടിയിട്ട് 2.5 സ്റ്റാക്ക് വുഡാണ് ഡാർക്ക് കൊടുത്തത്. അതെൻ്റെ ചെസ്റ്റിലിരുന്നത് കറക്റ്റാണ് എനിക്ക് വിശ്വസിച്ചു. ഡാർക്കേ എന്റെ അടുത്ത് ആർജി ഒരു കാര്യം പറഞ്ഞല്ലോ. നീ ആർജിക്ക് ഒരുപാട് വുഡ് ബ്ലോക്സ് ഒക്കെ കൊടുക്കുന്ന അത് ആരുടെ ബ്ലോക്സാ? നീ എന്തായാലും നീ സർവൈവ് ഗ്രൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. എവിടെ കിട്ടിയ ബ്ലോക്സ് ഒക്കെ? എനിക്കറിഞ്ഞൂടാ. ആർജി പറഞ്ഞു ആർജിന്റെ ബേസിനായിട്ട് കുറച്ച് സ്റ്റോണും അതുപോലെ പിടിക്കുന്നു. അവൻ അതുകൊണ്ട് പണിയുന്നതിന് മുൻപ് തന്നെ എനിക്കത് കാണിച്ചു തന്നു. കൃത്യം 2.5 സ്റ്റാക്ക്, അതായത് 2 സ്റ്റാക്കും 30 ഓക്ക് ലോഗുമാണ് ഉള്ളത്. അതായത് ഞാൻ ചെസ്റ്റ് കറക്റ്റ് ആയിട്ട് എന്റെ അണ്ടർഗ്രൗണ്ടിൽ പണിയാൻ വെച്ച അതേ സാധനം, അതേ അളവില്. അതെങ്ങനെ ആർജി കിട്ടി? ആർജി പറഞ്ഞു എനിക്ക് ഡാർക്ക് എന്താണ് ആർജി വന്ന് എടുത്താണെങ്കിലോ? ആർജി വന്നെടുത്താണെങ്കിൽ അവൻ പോരെ. അത് മാത്രമല്ല, അതിനുശേഷം അവന്റെ ടീമേറ്റ് ആയ ആർജി പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫുഡ് മൈൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവനെ ഹെൽപ്പും ചെയ്തു. നീ അല്ലടാ കള്ളപ്പട്ടി എന്റെ ഫോട്ടോന് കൊടുത്തത്. ഞാനൊന്നില്ല. അല്ല നീ സത്യം പറഞ്ഞോ? ഇല്ല. ഞാൻ ചോദിക്കും. ചെറുതായി കള്ളപ്പട്ടി നീ അറിഞ്ഞിരുന്നേ? നീ ഇങ്ങോട്ട് ഓടുന്നേ? ഞാന് മല കാട് ഡോറയുടെ വീട് ടാറ്റാ. നീ അപ്പഴേ ഡൗട്ട് ഉണ്ടായിരുന്നടാ മോനെ. അല്ലെങ്കിൽ എന്റെ ഇരിക്കുന്ന സാധനമൊക്കെ അവനെങ്ങനെ കിട്ടുന്നേ? ഓടിക്കാൻ നിക്കടാ. എത്ര ആട്ടുണ്ട്? അയ്യോ ചത്തേ. സ്വന്തം ടീമേറ്റ്
കടത്താൻ നോക്കുന്നില്ല ഐറ്റംസ് വേറെ സീന്. ഇയാള് കൊള്ളാലോ. SMB അനാർക്കി ആക്കാൻ നോക്കുവല്ലേ കള്ള. എല്ലാണ് ഇങ്ങനത്തെ കളി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നമ്മൾ ആരാ കണ്ടുപിടിച്ചു ഈ ഡാർക്ക് പട്ടിയാണ്. എന്താ പറയാനുള്ളത്? അങ്ങനെ വെച്ചൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഇതന്നെ എനിക്ക് നീ ആള് കൊള്ളാത്ത ഡാർക്കേ. ഇല്ലടാ. അയ്യോ ഞാനാണ്, പക്ഷെ ഞാനില്ല. നിന്നെ സമ്മതിക്കണം. എനിക്ക് കുഴപ്പമില്ല. കുറ്റം തെളിഞ്ഞ സ്ഥിതിക്ക് ആ 2 സ്റ്റാക്ക് ഓക്കുലോകും എനിക്കിനി എപ്പ നീ തരും? അത് തരാം കുറച്ച് ദിവസം സമയം വേണം. കുറച്ച് ദിവസം സമയം തരാം. അങ്ങനെ കണ്ടുപിടിച്ചു. അതിന്റെ ഇവനെ കുറച്ച് പരിപാടിയും കാര്യം എടാ വീടെടുക്കാൻ പറ്റും. ആരും ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏത് വരാം? ഇപ്പോഴാണ് അവന്റെ കോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ ഡാർക്കിസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ബേസിൽ മാറ്റങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. വേറൊന്നുമില്ല, ഞാനിവിടെ ചെറിയൊരു തട്ടിക്കൂട്ടിലൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മളെന്തായാലും പൊളിച്ചു മാറ്റും, എന്നിട്ട് നല്ലൊരു ബേസ് വെക്കിയത് ഇപ്പൊ എന്റെ മനസ്സിൽ കണ്ട ഒരു ഐഡിയ ആണ്. ഇവിടെ നമ്മൾ എന്തായാലും ചെറിയൊരു ബെഡ്റൂമും പിന്നെ ചെറിയ സ്റ്റോറേജ് സെറ്റ് ആക്കും. പിന്നെ നമ്മൾ ഇവിടെ ഒരു മൈനിങ് ഏരിയ കൂടി അങ്ങോട്ട് സെറ്റ് ആക്കും. പിന്നെ അങ്ങനെ ഷുഗർ കെയിൻ ഫാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യും. എന്തായാലും ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിയുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഗൈസ് സർവർ പബ്ലിക് ആണ്, സോ നിങ്ങൾക്കും കയറാം. IP പോർട്ട് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ടാവും. സോ കയറുക, ജോയിൻ ആവുക, അടിച്ചു പിടിക്കുക. ആൻഡ് വലിയൊരു ഇമ്പോർട്ടൻ്റ് കേസ് പറയാൻ വന്ന മറന്നു. ഓർമ്മ വന്നു. നമ്മുടെ സെർവറിൽ മറ്റേ ട്രഷർ ഹണ്ട് ഗൈസ് ചലഞ്ചിങ് അല്ലെങ്കിൽ വരുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോ ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ റാണ്ട സ്ഥലത്ത് RTP ഇടിക്കും. എന്നിട്ടാണെങ്കിൽ ഞാൻ ഇതിനൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെസ്റ്റിനകത്ത് നല്ല ലൂട്ട് ലൈക്ക് ഡയമണ്ട് ആർമർ അങ്ങനത്തെ ലൂട്ട് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് ഞാൻ ഒരു സമയം പറയുമ്പോൾ അവിടെ റിവീൽ ചെയ്യും. ആ സമയത്ത് ആരാണോ ആദ്യം പോയി എടുക്കുന്നത് അവരായിരിക്കും ആ ചലഞ്ചിന്റെ വിന്നർ. സോ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഗൈസ് ഫ്രീ ആണ്. സെർവറിൽ കളിക്കുന്ന എല്ലാവരും അതിന് ജോയിൻ ആവാൻ ശ്രമിക്കുക. പിന്നെ ഗൈസ് സെർവറിനും ഇപ്പൊ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റിംഗ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളിപ്പോ പ്ലെയർ ഇൻഫോ എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടാവും. പ്ലെയർ, റാങ്ക്, ഹെൽത്ത്, ഫുഡ് ലെവല്, പിങ്, ബാലൻസ് മൈൻഡ് ചെയ്യാൻ നമ്മൾ ഉടനെ എടുത്ത് കളയും. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഗൈസ്. നമ്മുടെ ഡാർക്ക് ഭയങ്കര കഴിവേറിയവനാണ്. അവന്റെ ഓരോ കൊച്ചു കൊച്ചു കുസൃതികളാന്ന് വിചാരിച്ചാൽ മതി. പിന്നെ എന്താണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് മറ്റേതാണ്, ഏത് ക്ലൈമേരിയ. അത് തന്നെ നമ്മൾ ക്ലൈമേരിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വിചാരിച്ചില്ല ഈ സെർവറിൽ ക്ലൈമേരിയ കൊണ്ടുവരുന്നത്. കാരണം ഒരു SMB ആണെങ്കിലും ഇത് കളിക്കുന്ന പലവർക്കും SMB എങ്ങനെ കളിക്കേണ്ടത് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും അനാർക്കി പോലെ കളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ബേസിൽ കോബിൾ സ്റ്റോണും കുറെ ഡേറ്റും അങ്ങനെ പലരുടെയും ബേസിൽ ഞാൻ കണ്ടു. RJ അടുത്ത് പറഞ്ഞ് അപ്പോഴേ ഞാൻ വിചാരിച്ച. പിന്നെ അത് സമയം കൂടുമ്പോൾ അത് ഓവർ ആവാൻ തുടങ്ങി. അവസാനം ഞാൻ പറഞ്ഞു ക്ലൈമേരിയ സെറ്റ് ചെയ്യാന്ന്. ക്ലൈമേരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഞങ്ങൾ സെറ്റ് ആയിട്ടില്ല. എല്ലാവർക്കും ഞങ്ങൾ ഗോൾഡൻ ഷോവിലൊക്കെ തരുന്നുണ്ട്. സോ പിന്നെന്താ മാറ്റം വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് മാറ്റം വന്നേ? പിന്നെ ജയില്. അതായത് ഇനി ഈവൻ ക്ലൈമേരി വന്നാലും നിങ്ങൾ ആരെങ്കിലും കൊല്ലുവോ അല്ലെങ്കിൽ ഐറ്റംസ് എടുക്കുവോ അങ്ങനെ എന്തെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ DM നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാലും മതി. എനിക്കോ ഡാർക്കിനോ അല്ലെങ്കിൽ അക്കു ബ്രോ എന്ന് പറഞ്ഞാൽ പുള്ളി ആരോടെങ്കിലും ചോദിച്ചാൽ മതി. സോളേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ ഉടനെ തന്നെ പുള്ളിനെ ജയിലിലാക്കുന്നതായിരിക്കും. അപ്പൊ ജയിലിന്റെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഞങ്ങൾക്കിപ്പോ പിന്നെ ഒരു കൺഫ്യൂഷനിലാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവായിട്ട് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഈവന്റ് വെക്കാം. അതായത് ജയില് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ ബ്ലോക്സ് ഒക്കെ ഉള്ളവര് അതൊന്ന് എന്നാ പറയാ മറ്റേ ഈ എന്തോ പേര് പറയൂലോടാ, എന്നാ ഇൻവെസ്റ്റ് ചെയ്യാം. അത് തന്നെ, ബ്ലോക്സ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോ അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ സെർവറിൽ ആയിരിക്കും ബ്ലോക്സിന്റെ ഇതൊന്നും ഇല്ല. കാരണം എല്ലാവരും സ്റ്റാക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ സെറ്റപ്പ് ഇല്ല കേട്ടോ. ജയിൽ നമ്മൾ ചെറിയൊരു തട്ടിക്കൂട്ട് ജയിലായിരിക്കും. സോ ഇത്രയൊക്കെ കൊണ്ടുവന്ന് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനാണ് ഗൈസ് സെർവർ. ഇല്ലെങ്കിൽ ഓരോരുത്തന്മാർ അവരുടെ ഇതൊക്കെ തുടങ്ങും.
എന്തായാലും ഡാർക്ക് നിന്നിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. ഇനി ദൃശ്യം 3 ട്വിസ്റ്റാക്കി കളഞ്ഞു. നല്ലതാ. സ്വന്തം ടീമിന്റെ ചെസ്റ്റ് ചെയ്ത്. അല്ല അതൊക്കെ പോട്ടെ, അവന് നീ ബ്ലോക്സ് കൊടുത്തപ്പോ അവൻ നിനക്ക് എത്ര രൂപ തന്നു? ഒഴിച്ചാക്ക ഡയമണ്ട് തന്നു, വേറെ ഒന്നുമില്ല ചെയ്യാനാ. ദിസ് ഈസ് ബിസിനസ്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തതല്ലടാ, ഒരു 5-6 സ്റ്റാക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റാക്ക് ഡയമണ്ട് ഒരു കുഴപ്പമില്ല. ഒരു 2.5 സ്റ്റാക്കാണിത്. അതല്ലേ 2 ഒക്കലോഗും 30 വുഡും. ഇതിനാണ് ഇവൻ 2 സ്റ്റാക്ക് അല്ല 1 സ്റ്റാക്ക് ഡയമണ്ട് മേടിച്ചത്. ചിലപ്പോ ഭയങ്കര പ്രോ പ്ലെയർ ആയിരിക്കും. പിന്നെ ഗൈസ് ഞാനും ലൊക്സും കൂടി ഇവിടെ ചെറിയൊരു XP ഫാം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഡാർക്ക് ഒരു കാര്യം പറയാൻ കേട്ടോ. ഈ XP ഫാം എൻ്റെ അടുത്ത് RG കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പകൽ സമയത്ത് മോബ് സ്പോണിങ് കുറവാന്ന്, രാത്രി മാത്രം വർക്കാവുന്നു. ഞാൻ അറിഞ്ഞത്, എനിക്കറിയാത്. ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടു. എന്നിട്ടോ എന്നിട്ടൊന്നും ആയില്ല, അത്ര. നമുക്കേ ഒരു പരിപാടി ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷൻ കുറച്ച് സ്ഥാനാർത്ഥി നമുക്ക് സെറ്റ് ചെയ്യണം. എന്നിട്ട് അവരെന്താണോ പ്ലേയേഴ്സിനോട് നല്ലത് ചെയ്യുന്നത് അതിനനുസരിച്ച് വോട്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ബേസ് ഒരു വൈബ് സ്ഥലം. ഇവിടെ ഷെയ്ഡർ കിട്ടി കഴിഞ്ഞാൽ വൈബ് ആയിരിക്കുമല്ലേ. ചുറ്റും മല ഇതുണ്ടല്ലേ, അതൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നൈസാണ്. പിന്നെ കുറച്ച് പൊട്ടന്മാര് അതേ ഓടി പോന്നു. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാം വൈബാണ്. സർവർ ഭയങ്കര വൈബാണ്. സോ വൈബിന് പറ്റിയ സർവർ അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങൾക്ക് പറ്റിയ സർവർ ഡിസാസ്റ്റർ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡാർക്ക് എക്സ്പീരിയൻസ് ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കൂല. സോ അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ അനുസരണ കുട്ടനായിട്ടിരിക്കുക. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. എപ്പിസോഡ് 2 കള്ളനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെ ഇതായിരിക്കൂല പറയണേ. ചിക്കനണ്ടില്ലേ കള്ളം മാത്രം. അയ്യോ.